ഹലോ ഗൈസ്, എല്ലാവർക്കും ക്യാച്ച് ഫിഷിലേക്ക് സ്വാഗതം. ഈ വേഷം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണും കേട്ടോ. ഇത്രയും നാൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. പക്ഷേ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ചെയ്യാൻ പോകണം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ വർക്കലയിൽ ഒരു സ്കൂബ ഡൈവിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പേരും കേട്ടോ, നമ്മുടെ വിങ്സ് ഓഫ് ലൈഫ്, ക്യാച്ച് ഫിഷ്, നമ്മുടെ ആനന്ദ് ബ്രോ എല്ലാവരും കൂടെ ചേർന്ന് പോവാണ്. എന്തായാലും ഇനി സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി ലക്ഷദ്വീപ് വരെ പോയി ചുമ്മാ സമയം കളയേണ്ട നമ്മളെ വർക്കലയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇന്നത്തെ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് കാപ്പിലുള്ള സെറീൻ ലേക്ക് റിസോർട്ടിൽ നിന്നാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടുത്തെ ഈ സ്വിമ്മിംഗ് പൂളിലാണ് ഇവരെ പ്രാക്ടിക്കൽ സെക്ഷൻ നടക്കാൻ പോകുന്നത്. ബ്ലൂ ഫോഴ്സ് അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്ന സർട്ടിഫൈഡ് ടീമിലൂടെയാണ് നമ്മളിന്ന് സ്കൂബ ഡൈവിങ്ങിന് പോകാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു തിയറി സെക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകുന്നത്. വെൽക്കം ടു ദ ബ്ലൂ ഫോഴ്സ് അഡ്വഞ്ചേഴ്സ്. Today we'll be diving at the very pristine location of Kapil. ഈ തിയറി സെക്ഷനിൽ ഇവർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സേഫ്റ്റി, സിഗ്നൽ, ഇക്വലൈസേഷൻ, എക്വിപ്മെന്റ്സ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. മാത്രമല്ല ഈ എക്വിപ്മെന്റ്സ് എല്ലാം നമ്മളെ നല്ല രീതിക്ക് പരിചയപ്പെടുത്തി തരും. A person may spend almost 1 hour underwater depending on his capacity to breathe. To inflate the BCD like this, and this is the deflation ball. അപ്പോൾ നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിൽ പ്രാക്ടിക്കൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്യുപ്മെന്റ്സ് എല്ലാം വെച്ചിട്ട് കടലിനടിയിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണോ അതെല്ലാം ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കട്ട ട്രെയിനിങ് ആയിരുന്നു. ഇതാണ് നമ്മുടെ പൂള്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് നനഞ്ഞ കോഴിയെ കണക്ക് നിൽപ്പുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് വെള്ളത്തിന്റെ അടിയിൽ പോകാൻ പോകുന്നത്. നല്ല ത്രില്ലാണല്ലോ. കൊള്ളാം, സാരം കൊള്ളാം. നമുക്കായിട്ടുള്ള ഓക്സിജൻ സിലിണ്ടറാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ നേരെ നമ്മളെ ബോട്ട് കിടക്കുന്ന സ്പോട്ടിലോട്ട് പോകാൻ പോവാണ്. കട്ട ഹാപ്പിയാണ്. നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെ സ്വന്തം കാപ്പിൽ വെറ്റക്കട ബീച്ച് ഇവിടെ നിന്നാണ് കേട്ടോ ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സെറ്റല്ലേ? കറക്റ്റ് ഡൈവ് ചെയ്യേണ്ട ലൊക്കേഷനാണ് നോക്കുന്നത്. കറക്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ആങ്കർ ഇടുവാണ്. ആങ്കർ പോകുന്നതാണ് ഈ കാണുന്നത്. ഇതിനടിയിലായിട്ട് ഓല കെട്ടി നിർത്തിയിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വെള്ളത്തിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കാണാം. ഇതാണ് റീഫ് കേട്ടോ, അടിയിലുള്ള റീഫാണ് കാണുന്നത്. ഇവർ ഫസ്റ്റ് പോയി ആങ്കർ ലോക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇറങ്ങത്തുള്ളൂ. അതായത് നമ്മള് നേരത്തെ കണ്ടത് നമ്മളിപ്പോ ഒരു താറാവിന്റെ ലുക്കിലാണ് നമ്മളിപ്പോ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് താറാവിന്റെ കാലൊക്കെ ഫിറ്റ് ചെയ്യും. ചൂട് 3, 2, 1. ചേച്ചി എടുത്ത് കടലിലോട്ട് ഇടുന്ന ചടങ്ങാണ് അടുത്തത്. ഇത് ഇങ്ങനെ വെച്ചോ, മാസ്കിലും 3, 2, 1 റോൾ. മനസ്സിലായി? കുറെ നാളായിട്ട് പോയി. ചെവി അടച്ചപ്പറ്റി ഞങ്ങൾ ക്യാച്ചിങ്ങിന് പോവാണ്. റെഡി? 3, 2, 1 റോൾ.
ഗായ്സ് ഇത് നമ്മുടെ കാച്ച് ഫിഷ് ആണ് ഗായ്സ്. അതാരാ? ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അടിയിലോട്ട് പോകുന്ന ഒരു ടാസ്ക്കാണ്. കാരണം പ്രഷർ വേരിയേഷൻ വരും, അപ്പോൾ ചെവിയൊക്കെ ഊതി അടയ്ക്കും. അപ്പോൾ ഇവർ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കേണ്ടതെന്നുള്ളത്. 1:1 എന്നുള്ള റേഷ്യോയിലാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, ഇവരിൽ ഒരാൾ നമ്മുടെ കൂടെ തന്നെ കാണും. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ആ വലിയ കടമ്പ കടന്ന് നമ്മൾ കടലിൻ്റെ അടുത്തട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ചൂണ്ടയിലൊക്കെ കിട്ടുന്ന അടകോര എന്ന് പറയുന്ന മീനാണ് കേട്ടോ. അതിൻ്റെ ഒരു പാടം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കടലിൻ്റെ ഇടുക്കളിലൊക്കെ കൊമ്പന്മാർ, അതായത് വലിയ വലിയ മീനുകളെ വേട്ടയാടി നടക്കുവാണ്. ഗായ്സ് ഒട്ടും പ്രതീക്ഷയല്ല. ഈ ലയൺ ഫിഷിനെയൊക്കെ നമ്മൾ അക്വേറിയത്തിലേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഓപ്പൺ വാട്ടറിൽ മുഖാമുഖം കാണുവാണ്. ഇതൊരു വെനമസ് ഫിഷും കൂടെയാണ്. ഗൈസ് ഞാനങ്ങനെ ഏറ്റവും കാണാൻ കൊതിച്ച കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ചെമ്പല്ലി അവൻ്റെ മടയിൽ പോയി കാണുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം നമ്മളൊക്കെ ചെമ്പല്ലിയെ പിടിച്ച് കരയിലിട്ടേ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ആവാസ സ്ഥലത്ത് അതിൻ്റെ മടയിൽ പോയി കാണുക എന്നുള്ളത് വേറൊരു ഫീൽ തന്നെയാണ്. ഈ ഒരു ഫിഷ്, അതായത് നമ്മൾ അക്വേറിയത്തിൽ കാണുന്ന ഏഞ്ചൽ ഫിഷിനോടൊക്കെ സാമ്യമുള്ള ഒരു ഫിഷാണ്. പക്ഷെ അതിനേക്കാളൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇതിനെ കാണാനായിട്ട്. ഭംഗി മാത്രമല്ല, അപാര സൈസും ഉണ്ട് ഇതിന്.
ഇഷ്ടമാണ് കേട്ടോ സംഭവം. വേറെ ലെവലാണ്. അടിയിൽ പോകുമ്പോണ്ടല്ലോ നമ്മള് സാധാരണ കാണുന്ന മീനുകളെ കണക്കുന്നല്ല. ബാക്കി ഈ അക്വറിയത്തിൽ പോയി കണ്ടു കഴിഞ്ഞാലൊന്നും ഒന്നും അല്ലേ, ഇത് വേണം കാണാൻ. അടുത്ത് നിൽക്കണം കളറിൽ നമുക്ക് പിടിക്കാൻ തോന്നും മീനിനെ. മാത്രമല്ല നമ്മൾ ഈ ചൂണ്ടയ്ക്ക് പിടിക്കുന്ന പല ടൈപ്പ് വലിയ മീനുകളുണ്ടല്ലോ, ചെമ്പല്ലിയൊക്കെ കൂട്ടം തന്നെ ഉണ്ടോ പാറയുടെ. ഞാൻ ആദ്യം പേടിച്ചു കേട്ടോ, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ കരുതി. പക്ഷെ പിന്നെയും പ്രചോദനം നൽകി എന്തായാലും ഇത്രയും വന്ന സ്ഥിതിക്ക് എല്ലാരും കണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നല്ല സമയത്ത് കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു. കുറെ വലിയ മീനുകളെയും കണ്ട്, പിന്നെ കുഞ്ഞു മീനുകൾ കുറെ. അടിത്തട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3 മിനിറ്റൊക്കെ ജസ്റ്റ് നമുക്കൊരു ഫീല് തോന്നും കേട്ടോ. പിന്നെ ഇവര് തന്നെ ആ ഒരു പേടി പതുക്കെ ഇല്ലാണ്ടാക്കി മാറ്റി നമ്മളൊരു സംരക്ഷണ വലയത്തിലാക്കി അവർ കൊണ്ടുപോകുന്നത്. എന്റെ വ്യൂ ആണല്ലേ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് കൂടുതൽ പറ്റൂല. നിങ്ങൾ 11 meter മാക്സിമം ഡെപ്ത് നമ്മൾ പോയി. 38 നിമിഷം ടൈം. എന്തായാലും കട്ട ഹാപ്പിയാണ്. കാരണം ഒരിക്കലും വിചാരിച്ചില്ല നമ്മളെ വർക്കലയിൽ ഇങ്ങനെ ഒരു സംഭവത്തിൽ പോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. കാരണം മിക്കവരും എവിടെയാണ്, ലക്ഷദ്വീപിനും അവിടെ എവിടെയൊക്കെയാണ് പോകണല്ലേ സ്കൂബ ഡൈവിങ്ങിനായിട്ട്. അതെ, നമ്മള് ലക്ഷദ്വീപിലൊക്കെ പോയി സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള വർക്കലയിൽ അത് ഇത്രയും അടിപൊളിയായിട്ട് കേട്ടോ. എന്ത് ടൈപ്പ് വെറൈറ്റി മീനുകളാണെന്ന് അറിയാം. ട്രെയിനിങ്ങിന്റെ ആ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട തന്നെയാണ് കേട്ടോ. ഒരാളെ എങ്ങനെയെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് എല്ലാം ഓക്കെ ആക്കി എടുത്ത ശേഷം മാത്രമാണ് അവർ ഈ ഒരു ട്രെയിനിങ് സെക്ഷനിലോട്ട് നമ്മളെ എത്തിക്കുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ ആങ്കർ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ എക്സ്പ്ലോറേഷൻ ഇവിടെ ഫിനിഷ് ആവുകയാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ്. സംഭവം നമ്മൾ മെയിനായിട്ട് ചെയ്യും ഡിസ്കവർ സ്കൂബ ഡൈവിംഗ്. അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 4 മണിക്കൂറിൻ്റെ ടൈം ആവശ്യമുള്ളൂ. അതിൽ വരുന്നത് തിയറി സെഷൻ ഉണ്ടാവും, പൂളിൽ ട്രെയിനിങ് ഉണ്ടാവും. അതിനുശേഷം നേരെ ബീച്ചിലോട്ട് വരുന്നു, ബോട്ട് എടുക്കുന്നു, ബോട്ടിൽ ഡൈവ് പോകുന്നു. ഒരു 12 മിനിറ്റ് ഡൈവ് ഡെപ്ത് ഉണ്ട്. അവിടെ പോകുമ്പോൾ നമുക്കൊരു 30 to 45 മിനിറ്റ്സ് ഡൈവ് ഉണ്ടായിരുന്നു. നമ്മളൊന്നും ചെയ്ത 12 മീറ്റർ അല്ലേ? അതെ, സെയിം ഡൈവ്. അതുകൊണ്ടായിരിക്കും 30 to 45 മിനിറ്റ്സ് ഡൈവ് ടൈം ഉണ്ട്. അതിൽ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇടാനുള്ള വെബ്സൈറ്റ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തിരിച്ച് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് റിഫ്രഷ്മെൻറ്റ് എന്തെങ്കിലും നമ്മൾ അടിച്ച് വയ്ക്കുന്നുണ്ട്. ഇവരുടെ പേജിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 20%, അതായത് നമ്മുടെ പേജിൽ നിന്ന് പറയുകയാണെങ്കിൽ മാത്രം 20% ഡിസ്കൗണ്ടും തരും. അറ്റ്ലീസ്റ്റ് നമുക്ക് 2 പേരെങ്കിലും വന്നാൽ ബോട്ട് എടുത്തിട്ട് പോകാനുള്ളൂ. നമുക്ക് ബോട്ട് ചാർജസ് ഒക്കെ കൊടുക്കാനുണ്ട്. നിങ്ങൾ അത് കണ്ടുവേണം വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലാതെ കോഴ്സായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഉണ്ട്. പാഡിയുടെ കീഴിൽ വരുന്ന കോഴ്സസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഡൈവ് ചെയ്ത് പഠിക്കണം എന്നുള്ളവർക്ക് വരാം. പ്രൊഫഷണലായിട്ട് ചൂസ് ചെയ്യുന്നവർക്ക് അതിന് പഠിക്കാം. നമ്മൾ ഇന്നത്തെ സ്കൂബ ഡൈവ് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. വിസിറ്റ് ചെയ്യുന്നവരെല്ലാരും മസ്റ്റ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ 2 വേറെ ചാനൽ, ക്യാച്ച് എ ഫിഷ് ആൻഡ് കുക്ക് എന്ന ചാനലും വിങ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാനലും, ഈ 2 ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാച്ച് എ ഫിഷ് ആയിരുന്നാലും വിങ്സ് ഓഫ് ലൈഫ് ആയിരുന്നാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് 20% ഡിസ്കൗണ്ട്. അല്ലാത്ത നമ്മൾ സംസാരിച്ചിട്ട് പ്രത്യേകം ഞാൻ പറഞ്ഞു സംസാരിച്ച് വരുന്നവർക്കെല്ലാം 20% ഡിസ്കൗണ്ട് ഉണ്ട്. സോ നമ്മുടെ സ്വന്തം വർക്കലയിലും സ്കൂബ ഡൈവിംഗ് സ്റ്റാർട്ടഡ് ആയി കേട്ടോ. എന്തായാലും നിങ്ങൾ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. വേറെ ലെവലാണ് സംഭവം. എന്തായാലും നമ്മൾ ഇത്ര അടുത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ലക്ക് തന്നെയാണ് അത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് കൂടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. ഞാനിപ്പം വീണ്ടും ഒന്നുകൂടെ എല്ലാവരും മസ്റ്റായിട്ട് സ്കൂബ ഡൈവിംഗ് ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ വർക്കല. ഓക്കെ.